ഹലോ. ഹൈ വാല്യൂ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്യുന്ന ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഇൻ ദ USA ഹാസ് ഡിക്ലെയർഡ് ദീപാവലി ആസ് എ നാഷണൽ ഹോളിഡേ? സോ USA ഏതോ ഒരു സ്റ്റേറ്റ് ദീപാവലിയെ നാഷണൽ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഏത് സ്റ്റേറ്റ് ആണ്? ദ സ്റ്റേറ്റ് ഇസ് പെൻസിൽവാനിയ. പെൻസിൽവാനിയ USA state which has declared Diwali as a national holiday. So it has become the first state. So ആദ്യത്തെ സ്റ്റേറ്റ് ആണ് പെൻസിൽവാനിയ. ഇൻഫാക്റ്റ് വേറെയും കുറേ സ്റ്റേറ്റ്സ് ഇതേ ഒരു സ്കീം ഫോളോ ചെയ്തിട്ടുണ്ട്. ടെക്സസ്, ന്യൂജേഴ്സി, അതേപോലെ തന്നെ ന്യൂയോർക്ക്. സോ ടോട്ടലി ഫോർ സ്റ്റേറ്റ്സ് ദിവാലി നാഷണൽ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെൻസിൽവാനിയ, ദെൻ ടെക്സസ്, ന്യൂജേഴ്സി ആൻഡ് ന്യൂയോർക്ക്. So these regions have high concentration of South Asian diaspora from Hindu, Sikh, Jain and Buddhist faith. So South Asian diaspora കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്സ് എല്ലാം ദിവാലി ഒരു നാഷണൽ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹു ഹാസ് ഓഥേർഡ് ദ ബുക്ക് കോൾഡ് റിഫ്ലക്ഷൻസ്? സോ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് നാരായണൻ വാഗുൽ ആൻഡ് ഹീ ഈസ് എ വെറ്ററൻ ബാങ്കർ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ബാങ്കറാണ്, അതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി വാസ് ഓൾസോ ദി ഫൗണ്ടർ, ചെയർമാൻ ആൻഡ് MD ഓഫ് ICICI ബാങ്ക്. സോ ഫൗണ്ടർ ചെയർമാനാണ്, മാനേജിംഗ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു നാരായണൻ വാഗുൽ ICICI ബാങ്കിൻ്റെ. ഓക്കെ. ആൻഡ് ഹി വാസ് ഓൾസോ ദി റെസിപ്പിയൻറ്റ് ഓഫ് പത്മഭൂഷൺ. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ റിലീസ് ദ ബുക്ക് റിഫ്ലക്ഷൻ. സോ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഈ ബുക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. മിസ്റ്റർ വാഗുൽ ഹി പാസ്ഡ് അവേ ഓൺ 18th May 2024. സോ റീസെൻ്റ്ലി പാസ്ഡ് അവേ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ? ഹു ഹാസ് ഓഥേർഡ് എ നോൺ ഫിക്ഷൻ ബുക്ക് ടൈറ്റിൽഡ് സ്മോക്ക് ആൻഡ് ആഷസ്? സോ സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന ഒരു നോൺ ഫിക്ഷൻ ഓഥർ ചെയ്ത വ്യക്തി ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ബുക്സുകൾ പറയുമ്പോൾ ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. കാൽക്കട്ട ക്രോമസോംസ്, റിവർ ഓഫ് സ്മോക്ക് എന്നൊക്കെ പറയുന്ന ബുക്ക് എഴുതിയ അമിതാവ് ഘോഷാണ് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന നോൺ ഫിക്ഷൻ ഓഥർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് എക്സാമിൻസ് ഹൗ ദ ഡ്രഗ് ആൻഡ് ഇറ്റ്സ് കമ്മോഡിഫിക്കേഷൻ ബൈ കൊളോണിയൽ ബ്രിട്ടൻ ഹാസ് ഷേപ്ഡ് ദ വേൾഡ് ഫോർ സെഞ്ച്വറീസ്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബുക്സുകളിലും ഇതുപോലെയുള്ള തീം നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ പക്ഷേ മിക്കവാറും ഫിക്ഷൻ ആയിരുന്നു. ദിസ് ഇസ് നോൺ ഫിക്ഷൻ. അത് സെറ്റ് ഇൻ ഗാങ്ജോ ആണ്, ഫോർമലി കാൻറ്റൺ, ചൈന. സോ ചൈനയിലെ ഗാങ്ജോ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബുക്ക് ബേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അമിതാവ് ഘോഷ് എന്ന് പറയുന്നത് ജ്ഞാൻപീഠ് അവാർഡിയാണ്. ആൻഡ് ഹി ഹെയിൽസ് ഫ്രം കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാൽ, ഹൂ വാസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് കൊമീഡിയൻ ഇൻ മലയാളം സിനിമ? സോ ഫസ്റ്റ് വിന്നർ ഓഫ് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് കൊമീഡിയനുള്ള ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മലയാള സിനിമയിലെ കൊമീഡിയൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? മാമുക്കോയയാണ്. ഓക്കെ. മാമുക്കോയ വാസ് അവാർഡഡ് ഫോർ ഹിസ് പെർഫോമൻസ് ഇൻ ദി 2008 മൂവി ഇന്നത്തെ ചിന്താവിഷയം. സോ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന മൂവിക്കാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് കമീഡിയൻ എന്ന് പറയുന്ന ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ആദ്യത്തെ വിന്നറാണ്, അങ്ങനെ ഒരു ആ ടൈറ്റിലിൻ്റെ ആദ്യത്തെ വിന്നറാണ് മാമുക്കോയ. ഹി ഓൾസോ ഗോട്ട് എ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഇൻ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഫോർ ദ മൂവി പെരുമഴക്കാലം. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടോയ് കമ്പനി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ബാർബി റെപ്രസെൻറ്റിംഗ് എ പേഴ്സൺ വിത്ത് ഡൗൺ സിൻഡ്രോം? സോ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു ബാർബി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോയ് കമ്പനി ഏതാണെന്നാണ് ചോദ്യം. ആ ടോയ് കമ്പനിയാണ് മേറ്റൽ. They collaborated with the National Down Syndrome Society to create its first Barbie doll representing a person with Down syndrome. So ഒരു ഇൻക്ലൂസീവ് തീമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു ബാർബി കൊണ്ടുവന്നിട്ട്. സോ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ക്രോമസോം 21 ഡിസോർഡറാണ്, കോസിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡിലേയ്സ് ആണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ബാർബി കൊണ്ടുവന്നിരിക്കുന്നത് ഏത് ടോയ് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്റ്റലാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു ബാർബി ഡോൾ വരുന്നത്. ഓക്കെ. Now next question. Name the phenomenon where the sun is exactly overhead and vertical objects appear to cast no shadow, which was experienced recently in Bengaluru. സോ ഒരു ഫിനോമിനൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സൺ എന്താണ്? നേരെ തലയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒബ്ജക്ട്സിൻ്റെ ഷാഡോ താഴെ നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓവർ ഹെഡ്. ലൈറ്റ് നേരെ മുകളിലാണ്.
അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഷാഡോ ഇല്ലാത്ത ദിവസം ഇല്ലേ, അതെന്താണ്? സീറോ ഷാഡോ ഡേ. സീറോ ഷാഡോ ഡേ ആണ് വെൻ ദ സൺ ഇസ് ഡയറക്ട്ലി ഓവർ ഹെഡ് ആൻഡ് ദ ഷാഡോ ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഫോൾസ് അണ്ടർ ഇറ്റ്. അതുകൊണ്ട് നമുക്ക് തോന്നും അവിടെ എന്താണ്? ഷാഡോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സീറോ ഷാഡോ ഡേ. അത് എവിടെ എക്സ്പീരിയൻസ് ചെയ്തു? ബംഗളൂരു. ഓക്കെ. Now next one, name the vaccine introduced in India for the prevention of shingles. So shingles എന്ന് പറയുന്ന ഒരു അസുഖത്തിനു വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയൊക്കെ ഒരു വാക്സിൻ കൊണ്ടുവന്നിട്ടുണ്ട്. GSK ഫാർമയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വാക്സിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാക്സിൻ്റെ പേര് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്? ഷിംഗിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ അതിൻ്റെ പേര് വരുന്നത് ഷിംഗ്രിക്സ് വാക്സിനാണ്. ഷിംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചൊറി പോലെ വരുന്നതാണ്, ഒരു പെയിൻഫുൾ റാഷാണ്. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ റീആക്ടിവേഷൻ ഓഫ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. ഈ വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? ഇതേ വൈറസ് തന്നെയാണ് ചിക്കൻ പോക്സും കോസ് ചെയ്യുന്നത്. സോ അതിൻ്റെ റീആക്ടിവേഷൻ വരുമ്പോഴാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള റാഷാണ്. ഇറ്റ്സ് വെരി പെയിൻഫുൾ, റൈറ്റ്. അപ്പം ആ ഷിംഗിൾസിന് എഗെയിൻസ്റ്റ് ആണ്, അതിൻ്റെ പ്രിവെൻഷനാണ് ഒരു വാക്സിൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഷിംഗ്രിക്സ് വാക്സിൻ എന്ന് പറയുന്നത്. അപ് ടു 1 in 3 people will develop shingles in their ലൈഫ് ടൈം. അതായത് വരാനുള്ള സാധ്യത കൂടുതലാണ്. 1 in 3 people ആണ് പറയുന്നത്. ആൻഡ് ദ വാക്സിൻ ഈസ് ഫോർ അഡൾട്ട്സ് അബവ് 15 years of age. അതും ഓർത്ത് വയ്ക്കുക. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഈ ഷിംഗ്രിസ് എന്ന് പറയുന്ന വാക്സിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹൈക്കോർട്ട് ഹാസ് ഡെവലപ്ഡ് ട്രിപ്പിൾ ടെസ്റ്റ് to help a couple facing legal hurdles to have a child through altruistic surrogacy. സോ ഓൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണം കൊടുക്കാതെയുള്ള സറഗസിയാണ്, അല്ലെങ്കിൽ പണം മേടിക്കാതെയുള്ള സറഗസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സറഗസിയിൽ ഒരു ചൈൽഡ് ഉണ്ടാവാൻ ഒരു കപ്പിളിന് ട്രിപ്പിൾ ടെസ്റ്റ് ഓർഡർ ചെയ്തത് ഏത് ഹൈക്കോർട്ടാണ്? ഡെവലപ്പ് ചെയ്തത് ഏത് ഹൈക്കോർട്ടാണെന്നാണ് ചോദ്യം. ഏത് ഹൈക്കോർട്ടാണ്? കർണാടക ഹൈക്കോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർണാടക ഹൈക്കോർട്ട് ഹാസ് ഡെവലപ്ഡ് ട്രിപ്പിൾ ടെസ്റ്റ് ടു ഹെൽപ്പ് എ കപ്പിൾ ഫേസിങ് ലീഗൽ ഹേർഡിൽസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ടെസ്റ്റ് പറഞ്ഞു, ഡെവലപ്പ് ചെയ്തു. ഈ ട്രിപ്പിൾ ടെസ്റ്റ് വെച്ചിട്ട് ഓൾട്രൂയിസ്റ്റിക് സറഗസിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ. ഓക്കെ, സിൻസ് ദ സറഗസി റെഗുലേഷൻ ആക്ട് 2021 പ്രൊഹിബിറ്റ്സ് മെൻ ഏജ്ഡ് അബവ് 55 ടു ഹാവ് എ ചൈൽഡ് ത്രൂ സറഗസി. അതായത് 2021 സറഗസി ആക്റ്റിൽ പറയുന്നത് 55 വയസ്സ് കഴിഞ്ഞ പുരുഷന് സറഗസിയിലൂടെ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ബാൻ ചെയ്തിരിക്കുവാണ്. അപ്പം കോർട്ട് പറഞ്ഞത് അതൊന്ന് റിവൈസ് ചെയ്യാം. കോർട്ട് റെക്കമെൻഡഡ് റിവിഷൻസ് ടു ഇറ്റ്. അതൊന്ന് റിവൈസ് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് റിവിഷൻ അതിനാവശ്യമാണ് എന്നുള്ളതാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ ട്രിപ്പിൾ ടെസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ദ ടെസ്റ്റ് ജെനറ്റിക്, ഫിസിക്കൽ ആൻഡ് ഇക്കണോമിക് ആർ ഫോർ ദി പെറ്റീഷണർ ഹസ്ബൻഡ് ടു മീറ്റ് ഇൻ ഓർഡർ ടു ബി എലിജിബിൾ ഫോർ സറഗസി ഫാദർഹുഡ്. സോ സറഗസി ഫാദർഹുഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 ടെസ്റ്റ് നടത്തണം എന്നുള്ളതാണ്. 3 ടെസ്റ്റ് ഏതൊക്കെയാണ്? ജെനറ്റിക്, ഫിസിക്കൽ ടെസ്റ്റും അതേപോലെ തന്നെ ഇക്കണോമിക് ടെസ്റ്റും. ഈ 3 ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം ഓൾട്രൂയിസ്റ്റിക് സറഗസി പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം എന്നുള്ളതാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നൗ വിൽ സീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th one. ഹൂ ഇസ് ടിപ്പിംഗ് ദ സ്കെയിൽസ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ? എന്തായാലും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടിപ്പിംഗ് ദ സ്കെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഇത് പബ്ലിഷ് ചെയ്തത് ഒരു പാനലാണ്. ആ പാനലിൻ്റെ പേരാണ് ഇന്റർനാഷണൽ പാനൽ ഓഫ് എക്സ്പേർട്സ് ഓൺ സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ്. സോ പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്, ഇന്റർനാഷണൽ പാനലാണ്, സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസിൻ്റെ ഒരു പാനലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് പറയുന്നത്? കോർപ്പറേറ്റ് ഡോമിനേഷൻ ഓഫ് ഗ്ലോബൽ ഫുഡ് ഗവേണൻസ് ഇസ് ബിക്കമിങ് മോർ ഒബ്വിയസ് ആൻഡ് റേസസ് കൺസേൺസ് അബൌട്ട് ബ്ലൂ വാഷിംഗ്. ബ്ലൂ വാഷിംഗ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ ബ്ലൂ വാഷിംഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഡിസെപ്റ്റീവ് മാർക്കറ്റിംഗ് പ്രാക്ടീസ് വെയർ കമ്പനീസ് ഓവർസ്റ്റേറ്റ് ദിയർ കമ്മിറ്റ്മെൻറ്റ് ടു സോഷ്യൽ പ്രാക്ടീസസ്. അതായത് ഈ പറയുന്ന ഫുഡ് മാർക്കറ്റിൽ കോർപ്പറേറ്റ്സ് അതിനകത്ത് ഇൻവോൾവ് ആകുമ്പം അവർ പറയുന്നത് അവരുടെ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ഹെൽത്തിയാണ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഡിസെപ്റ്റീവ് മാർക്കറ്റിംഗ് ടെക്നീക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ വാഷിംഗ്. ഇന്ന് ഇറക്കുന്ന പല ഫുഡ് പ്രോഡക്ട്സിനും ഇതുപോലെയുള്ളൊരു ബ്ലൂ വാഷിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ബ്ലൂ വാഷിംഗ് എന്ന് പറയുന്ന ടെക്നീക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പലതും ഹെൽത്തി പ്രോഡക്ട്സ് അല്ല, ആൻഡ് ദെൻ ദർ ഇസ് എ ഡിസെപ്റ്റീവ് മാർക്കറ്റിംഗ് ടെക്നീക്ക്. അപ്പം അതാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ പാനൽ ഓഫ് എക്സ്പേർട്സ് ഓൺ സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ് പറയുന്നത്. അവരുടെ റിപ്പോർട്ടിൻ്റെ പേരെന്താണ്? ടിപ്പിംഗ് ദ സ്കെയിൽസ് റിപ്പോർട്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ചോദ്യം നോക്കാം. നെയിം ദി മുണ്ടുറുക്കു വുമൺ ഫ്രം ദി ബ്രസീലിയൻ ആമസോൺ ഹു ഹാസ് ബീൻ റിക്കഗ്നൈസ്ഡ് വിത്ത് എ 2023
ഗോൾഡ് മാൻ എൻവയൺമെൻറ്റൽ പ്രൈസ്. സോ മുണ്ടുരുക്കു എന്ന് പറയുന്ന ട്രൈബിലെ ഒരു ലേഡിയാണ്, വുമണാണ്. ബ്രസീലിയൻ ആമസോണിലാണ് ഇവർ കാണപ്പെടുന്നത്. ആൻഡ് ഇവർക്കൊരു ഗോൾഡ് മാൻ എൻവയൺമെൻറ്റൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലസാൻഡ്ര കൊറാപ്പ് എന്നാണ് ഈ ബ്രസീലിയൻ മുണ്ടുറുക്കു വുമണിൻ്റെ പേര്. ദ അവാർഡ് ഓണേഴ്സ് ഗ്രാസ് റൂട്ട്സ് ആക്ടിവിറ്റീസ്, താഴേക്കിടയിലുള്ള ആക്ടിവിറ്റീസാണ്, അറൗണ്ട് ദ വേൾഡ് ഹു ആർ ഡെഡിക്കേറ്റഡ് ടു പ്രൊട്ടക്ടിങ് ദി എൻവയൺമെൻറ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി. സോ ഗോൾഡ് മാൻ എൻവയൺമെൻറ്റ് പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി. ദ മുണ്ടുറുക്കു അല്ലെങ്കിൽ അവരെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് വു ജുഗു എന്ന് പറയുന്ന ഒരു പേരും. ദേ ആർ ഇൻഡിജീനിയസ് പീപ്പിൾ, അവിടെ തന്നെ കാണപ്പെടുന്ന തനതായ ആ റീജിയനിൽ കാണപ്പെടുന്ന ബ്രസീൽ indigenous people of Brazil living in the Amazon River Basin, and they inhabit the Soire Muibu indigenous territory. So Amazon River Basinle Soire Muibu indigenous territoryയിലാണ് ഇവർ വസിക്കുന്നത്, ഇൻഹാബിറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഒരു വുമണ്ണാണ് 2023 ഗോൾഡ് മാൻ എൻവയൺമെൻറ്റൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സോ ട്രൈബിൻ്റെ പേര് ഓർക്കുക, അവരെവിടെ ആണ് ഇൻഹാബിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ വാട്ട് ഈസ് ഗോൾഡ് മാൻ എൻവയൺമെൻറ്റൽ പ്രൈസ് റിലേറ്റഡ് ടു എന്നുള്ളതും കൂടി നോക്കി വയ്ക്കുക. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിന് കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്